നമുക്കറിയാവുന്നതാണ് രാജ്യത്തെ ഇപ്പോഴത്തെ സാഹചര്യം. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതിരൂക്ഷമായിരിക്കുന്ന ഘട്ടത്തിൽ, യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടാകുന്ന ഘട്ടത്തിൽ തന്നെ സംസ്ഥാനത്ത് കനത്ത സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അതിർത്തിയിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകണമെന്നും പ്രത്യേകിച്ചും കൊച്ചിയും വിഴിഞ്ഞവുമൊക്കെ ശ്രദ്ധാകേന്ദ്രമായി മാറിയിരിക്കുന്നു. ഈ രണ്ട് തുറമുഖത്തും കർശന സുരക്ഷ ഏർപ്പെടുത്തണമെന്ന് കേന്ദ്രത്തിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ പ്രത്യേക നിർദ്ദേശം വന്നിരുന്നു. കേരളത്തിലെ 14 ജില്ലകളിലും മോക്ക് ഡ്രിൽ നടത്തിയതും കേരളം അത്രയധികം വൾണറബിളാണ് എന്നുള്ള വ്യക്തമായ സൂചന നൽകിക്കൊണ്ടാണ്. തീരദേശവുമായി അതിർത്തി പങ്കിടുന്ന ഈ മേഖലകളിലൊക്കെ തന്നെ ഒരുപക്ഷെ എപ്പോൾ വേണമെങ്കിലും ആക്രമണം നടത്താനായി ശത്രുക്കൾക്ക് സാധിക്കും. അതൊക്കെ തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് സേനാ വിഭാഗങ്ങൾ തീരദേശ സുരക്ഷ അടക്കം ഉറപ്പാക്കിയിട്ടുള്ളത്. വിഴിഞ്ഞത്തടക്കം പ്രത്യേക റഡാറിൻ്റെ സഹായത്തോടെയാണ് തീരസംരക്ഷണ സേന നിരീക്ഷണം നടത്തിപ്പോരുന്നത്. വ്യോമസേനയും തീരസംരക്ഷണ സേനയും ഡോണിയർ വിമാനങ്ങളും ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണം നടത്തുന്ന സംവിധാനം ഇപ്പോഴും നടക്കുന്നുണ്ട്. റഡാർ നിരീക്ഷണവും ഇതിൻ്റെ ഭാഗത്ത് ശക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ അതിനിടയിലാണ് നേരത്തെ പരാമർശിച്ച സുരക്ഷാ ഏജൻസികളുടെ കണ്ണു വെട്ടിച്ചുകൊണ്ട് വിഴിഞ്ഞം പുറംകടലിൽ ഒരു ഭീമൻ കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, മുമ്പ് ശ്രീലങ്കൻ തീരത്ത് ചൈനീസ് ചാരക്കപ്പൽ നങ്കൂരമിട്ട് ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തിയെടുക്കാനായി എത്തിയതാണെന്നുള്ള ആരോപണം ഉന്നയിച്ച് ഇന്ത്യ ശക്തമായി അതിനെതിരെ പ്രതികരിച്ചിരുന്നു. അതിനുശേഷം പുറംകടലിലൊക്കെ തന്നെ അസ്വാഭാവികമായി അനുവാദം വാങ്ങാതെ നങ്കൂരമിടുന്ന കപ്പലുകളെയും അവ എത്തിച്ചേരുന്ന മേഖലകളെയും ഒക്കെ വ്യക്തമായി ഇന്ത്യ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വിഴിഞ്ഞം തീരത്ത് നങ്കൂരമിട്ട വിദേശ ചരക്ക് കപ്പലിനോട് 48 മണിക്കൂറിനുള്ളിൽ ഇന്ത്യൻ തീരം വിട്ടുപോകണമെന്ന് കോസ്റ്റ് ഗാർഡ് കർശനമായ നിർദ്ദേശം നൽകിയത്. അനുവാദം വാങ്ങാതെ നങ്കൂരമിടാൻ ഒരു കപ്പലുകൾക്കും, പ്രത്യേകിച്ചും ഇന്ത്യൻ തീരദേശത്ത്, ഇന്ത്യൻ മേഖലയിൽ ഒരു തരത്തിലും അനുവാദം നൽകില്ല. ഇപ്പോഴത്തെ പ്രത്യേക സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോൾ ഒരു കാരണവശാലും അത് സാധിക്കില്ല. എന്നാൽ എഞ്ചിൻ തകരാറ് മൂലമാണ് തങ്ങൾ പുറംകടലിൽ നങ്കൂരമിട്ടിരിക്കുന്നത്, കപ്പൽ നന്നാക്കാൻ യന്ത്രങ്ങൾ ഇന്നെത്തുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ദിവസം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. 48 മണിക്കൂർ സമയമാണ് ഇന്ത്യ നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ 4 ദിവസമായി ഈ കപ്പൽ പുറംകടലിൽ തുടരുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. MV സിറ എന്ന കപ്പലാണ് എഞ്ചിനിലെ കംപ്രസർ തകരാറായി അതുമൂലം പുറംകടലിൽ പെട്ടിരിക്കുന്നുവെന്ന് ക്യാപ്റ്റൻ അടക്കം കോസ്റ്റ് ഗാർഡിനോട് വ്യക്തമാക്കിയിരിക്കുന്നത്. എഞ്ചിനിലെ കംപ്രസർ തകരാർ എപ്പോൾ പരിഹരിക്കുമോ അപ്പോൾ തന്നെ തീരം വിട്ടു പോകുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ട്. ചെന്നൈയിൽ നിന്നും UAE പോകുന്ന ഒഴിഞ്ഞ ബൾക്ക് കാരിയർ കപ്പലാണ് യന്ത്ര തകരാറിനെ തുടർന്ന് ബുധനാഴ്ച രാവിലെ പുറംകടലിൽ നങ്കൂരമിട്ടത്. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഈ കപ്പൽ വിഴിഞ്ഞം ജലാശയത്തിലുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇത് കൃത്യമായി നിരീക്ഷിച്ച് ഇതോടെ വിഴിഞ്ഞം സ്റ്റേഷനിൽ നിന്നുള്ള കോസ്റ്റ് ഗാർഡിൻ്റെ C441 കപ്പലെത്തി പരിശോധന നടത്തി. എഞ്ചിനിലെ കംപ്രസർ തകരാറ് മൂലം കപ്പൽ പുറപ്പെടുന്നത് തടഞ്ഞു എന്ന് ഈജിപ്ഷ്യൻ പൗരനായ ക്യാപ്റ്റൻ അൻവർ ഗമാൽ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരോട് വ്യക്തമാക്കി. കോസ്റ്റ് ഗാർഡ് സേന കപ്പലിലെത്തി പരിശോധനയും നടത്തി. അതിനുശേഷം വളരെ വേഗത്തിൽ തീരം വിട്ടു പോകണമെന്ന താക്കീതാണ് നൽകിയത്. പ്രാഥമിക പരിശോധനയിൽ സംശയിക്കുന്ന രീതിയിൽ ഒന്നും തന്നെ ആ കപ്പലിൽ ഇല്ല എന്നാണ് കോസ്റ്റ് ഗാർഡ് വിഴിഞ്ഞം സ്റ്റേഷൻ അധികൃതർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. നേരത്തെ ചൈനീസ് ചാരക്കപ്പലാണോ എന്നുള്ള സംശയമടക്കം പലരും പങ്കുവച്ചിരുന്നു. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു കപ്പൽ നങ്കൂരമിട്ട് നിൽക്കുന്നത് ഏവരെയും പരിഭ്രാന്തരാക്കിയിരുന്നു, പ്രത്യേകിച്ച് അതിർത്തി സുരക്ഷാ സേനയെ സംബന്ധിച്ച്, തീരദേശ സുരക്ഷാ വിഭാഗങ്ങളെ സംബന്ധിച്ച്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സംശയിക്കേണ്ടതായി ഒന്നും തന്നെ ഇല്ല, ചൈനീസ് ഇടപെടലില്ല എന്നുള്ള സൂചനയടക്കം ഈ ഘട്ടത്തിൽ നൽകുകയാണ്. ഈജിപ്ഷ്യൻ ക്യാപ്റ്റനും 13 ഇന്ത്യക്കാരും ഉൾപ്പെടെ 26 പേരടങ്ങുന്ന ക്രൂ ആണ് ഈ കപ്പലിനുള്ളിലുള്ളത്. ഇന്ന് കോയമ്പത്തൂരിൽ നിന്നെത്തുന്ന യന്ത്രഭാഗം കസ്റ്റംസ് ക്ലിയറൻസിന് ശേഷം ഏജൻസി നേതൃത്വത്തിൽ കപ്പലിലെത്തിക്കുകയും വിഴിഞ്ഞം തീരത്ത് നിന്നും ഏകദേശം 5 നോട്ടിക്കൽ മൈലിനപ്പുറത്താണ് ഈ കപ്പൽ നങ്കൂരമിട്ടിരിക്കുന്നത്. അത് പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ ഇന്ത്യ തന്നെ നിരീക്ഷിച്ച് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ തന്നെ നടത്തുമെന്നാണ്, കോസ്റ്റ് ഗാർഡിൻ്റെ മേൽനോട്ടത്തിൽ നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ മുൻകൂട്ടി വിവരം നൽകാതെ കപ്പൽ ഇവിടെ തുടർന്നത് സുരക്ഷാ ഏജൻസികളെ സംബന്ധിച്ച് വലിയ ആശങ്ക തന്നെയാണ് ഉണ്ടാക്കിയത്. ഇതുപോലുള്ള സന്ദർഭങ്ങളിൽ അതത് തുറമുഖങ്ങളിൽ കപ്പലിൽ നിന്നും വിവരം നൽകുകയും സഹായം അഭ്യർത്ഥിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ ഇവിടെ അങ്ങനെ ഒന്നും തന്നെ സംഭവിച്ചില്ല എന്നുള്ള ഒരു സുരക്ഷാ വീഴ്ചയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കപ്പൽ ഈ മേഖല വിടും വരെ കർശന നിരീക്ഷണത്തിൽ ഏർപ്പെടുത്താൻ തന്നെയാണ് തീരുമാനം. കപ്പലിൻ്റെ എഞ്ചിൻ തകരാർ പരിഹരിക്കാനായി കേരള മാരിടൈം ബോർഡിൻ്റെ വിഴിഞ്ഞം അധികൃതരുടെയും സഹായം നേരത്തെ തേടിയിരുന്നു. എന്നാൽ അതിൽ തീരുമാനമായിരുന്നില്ല. സ്പെയർ പാർട്സ് എത്തിക്കാൻ കപ്പൽ ജീവനക്കാർ സഹായം അഭ്യർത്ഥിച്ചു. കസ്റ്റംസ്, ഇമിഗ്രേഷൻ ഉൾപ്പെടെയുള്ള ഏജൻസികളുടെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചാൽ മാത്രമേ അത് എത്തിക്കാനായി നമുക്ക് സാധിക്കുകയുള്ളൂ. പിന്നാലെയാണ് ചർച്ചകൾ പുരോഗമിച്ചത്.
രാജ്യത്തെ നിലവിലെ സാഹചര്യം അനുസരിച്ച് വെസ്റ്റ് ഇൻഡീസ് കേന്ദ്രമാക്കിയുള്ള ഈ കപ്പലിന് ഈ മേഖലയിൽ തുടരാൻ ഒരു കാരണവശാലും സാധിക്കില്ല. അതുകൊണ്ട് തന്നെ തകരാർ അതിവേഗം പരിഹരിച്ച് ഇന്ത്യൻ തീരം വിടണമെന്ന് തന്നെയാണ് കർശന നിർദ്ദേശം. മാത്രവുമല്ല, നിലവിൽ നങ്കൂരമിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നും അകലെ പോകണമെന്ന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. കപ്പലിന്റെ സാങ്കേതിക തകരാർ പരിഹരിക്കുന്നതിനുള്ള കംപ്രസർ ശനിയാഴ്ച എത്തിച്ച് കപ്പൽ രാത്രിയോടെ പുറപ്പെടുമെന്നായിരുന്നു നേരത്തെ ലഭിച്ച വിവരം. എന്നാൽ ഇതുവരെയും കപ്പൽ പുറപ്പെട്ടിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ലോകത്തെ തുറമുഖങ്ങൾ തന്നെ ഏറ്റവും അധികം വിസ്മയിപ്പിക്കുന്ന ഒന്ന് തന്നെയാണ് വിഴിഞ്ഞം തുറമുഖം. നമുക്കറിയാവുന്നതാണ് ഇതിൻ്റെ ഉദ്ഘാടനം പ്രത്യേകിച്ചും സംഘർഷഭരിതമായ സാഹചര്യത്തിൽ കൂടിയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ വരവോടുകൂടി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ലോക വിപണിയിൽ കൂടുതൽ അവസരം കിട്ടും എന്നുള്ള ഒരു സാധ്യത കൂടിയാണ് എടുത്തു പറയേണ്ടത്. കയറ്റുമതി സാധ്യത കൂടിയതും അതിനുള്ള ചെലവ് കുറഞ്ഞതുമാണ് ഇതിനുള്ള കാരണം. കൂടുതൽ വിപണി തുറക്കുന്നതോടെ തൊഴിലവസരങ്ങളും വർദ്ധിച്ചു വരും. അമേരിക്ക, യൂറോപ്പ്, ആഫ്രിക്ക, കിഴക്കൻ ഏഷ്യ എന്നിവിടങ്ങളിലേക്കും ചരക്ക് കൈമാറ്റം വിഴിഞ്ഞത്തിലൂടെ എളുപ്പമാകും, സുഗമമാകും. അമേരിക്ക ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതോടെ ആപ്പിൾ പോലുള്ള കമ്പനികൾ ഇന്ത്യയിൽ നിർമ്മാണ യൂണിറ്റ് ആരംഭിക്കാനുള്ള താൽപ്പര്യം പങ്കുവയ്ക്കുന്നുണ്ട്. MSC, തുർക്കിയ ഉൾപ്പെടെയുള്ള വൻകിട കപ്പലുകൾ നങ്കൂരമിട്ട വിഴിഞ്ഞം ഇനിയും കാത്തിരിക്കുന്നത് കപ്പൽ ഭീമന്മാരെ തന്നെയാണ്. ജൂലൈ 13 മുതൽ ട്രയൽ റണ്ണും ഡിസംബർ 3 മുതൽ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ച തുറമുഖത്ത് 5.5 ലക്ഷം കണ്ടെയ്നറുകൾ ഇതിനോടകം തന്നെ എത്തിക്കഴിഞ്ഞു. വലിയ കപ്പലുകൾക്ക് ലോകത്തെ അധികം തുറമുഖങ്ങളിൽ അനായാസമായി നങ്കൂരമിടാൻ കഴിയില്ല. എന്നാൽ പ്രത്യേകിച്ചും ഒരു മുന്നൊരുക്കവുമില്ലാത്ത വലിയ കപ്പലുകൾക്ക് എത്താം എന്നുള്ളതാണ് വിഴിഞ്ഞത്തെ ആകർഷകമാക്കുന്നതും ശ്രദ്ധേയമാക്കുന്നതും. വൻകിട കപ്പൽ കമ്പനികൾക്ക് നൽകുന്ന സൗഹാർദ്ദപരമായ സേവനങ്ങളും വിഴിഞ്ഞത്തെ കപ്പൽ കമ്പനികൾക്ക് പ്രിയപ്പെട്ടതാക്കി അതിനെ മാറ്റുന്നു. 3 വർഷത്തിനുള്ളിൽ 10,000 കോടി രൂപയുടെ നിക്ഷേപം കൂടി കേരളത്തിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നിക്ഷേപ അന്തരീക്ഷത്തെ തന്നെ ആകെ മാറ്റിമറിക്കാൻ ഇതിന് സാധിക്കും. അടുത്ത മാസം വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ട നിർമ്മാണം ആരംഭിക്കും. 2028 വിഴിഞ്ഞം തുറമുഖം സമ്പൂർണ്ണമായി പൂർത്തീകരിക്കും. കമ്മീഷനിങ്ങിനായി മെയ് 2 വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തി. വലിയ പ്രതീക്ഷകൾ തന്നെയാണ് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. പ്രതിവർഷം 10,000 കോടി രൂപ വിഴിഞ്ഞത്ത് നിന്നും വരുമാനമുണ്ടാക്കാൻ കഴിയുമെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. 6,000 കോടി രൂപയുടെ അധിക വരുമാനം ലഭിക്കാനിടയുണ്ടെന്നും തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവനും വ്യക്തമാക്കി കഴിഞ്ഞു. കസ്റ്റംസ് ഡ്യൂട്ടിക്കായി പിരിച്ചെടുക്കുന്ന ഓരോ രൂപയിൽ 60 പൈസ കേന്ദ്രത്തിനും 1 മുതൽ 3 പൈസ വരെ സംസ്ഥാനത്തിനും എന്നിങ്ങനെയാണ് നിരക്ക്. വിഴിഞ്ഞം തുറമുഖം പ്രധാന അന്താരാഷ്ട്ര കപ്പൽ വഴികളിൽ നിന്നും വെറും 10 നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഭീമൻ കപ്പലുകൾക്ക് വഴിമാറ്റ ചെലവ് കുറയും. വിഴിഞ്ഞത്തിന്റെ മാരിടൈം ചരിത്രം 2 BCE മുതൽ തുടങ്ങുന്നതാണ്. AD 8 മുതൽ 9 നൂറ്റാണ്ടുകളിലെ കോട്ടയുടെ പുരാവസ്തു തെളിവുകൾ ഇവിടെ നിന്നും കിട്ടിയിട്ടുണ്ട്. ദക്ഷിണ കേരള തീരത്തെ ആദ്യകാല തുറമുഖ പട്ടണങ്ങളിൽ ഒന്ന് തന്നെയാണ് വിഴിഞ്ഞമെന്ന് തെളിയിക്കുന്നതാണ് ഈ തെളിവുകളൊക്കെ തന്നെ. തുറമുഖ പ്രദേശത്ത് 18 മുതൽ 20 മീറ്റർ വരെ ആഴമുണ്ട്. അതുകൊണ്ട് തന്നെ 24,000 TEU വരെ ശേഷിയുള്ള വലിയ കപ്പലുകൾക്കും ഇത് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയും. ലിറ്ററൽ ഡ്രിഫ്റ്റ് വളരെ കുറവായതുകൊണ്ട് തന്നെ ഡ്രഡ്ജിംഗ് പ്രവർത്തന ചെലവ് കുറയ്ക്കാൻ സാധിക്കും. എല്ലാ കാലാവസ്ഥയ്ക്കും അനുയോജ്യമായി തന്നെയാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ നിർമ്മിതി. അതുകൊണ്ട് ഏത് കാലാവസ്ഥയിലും തുറമുഖം പ്രവർത്തനക്ഷമമായിരിക്കും. ഇന്ത്യക്ക് നിലവിൽ ഡീപ്പ് വാട്ടർ ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട് ഇല്ലാത്തതുകൊണ്ട് തന്നെ രാജ്യത്തെ സമ്പദ് വ്യവസ്ഥയ്ക്കും വാണിജ്യ പ്രതീക്ഷകൾക്കുമൊക്കെ തന്നെ ഗൗരവകരമായ ദൗർബല്യമായി നിലകൊള്ളുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ ചരക്കുകളുടെ ഏകദേശം 75% സിംഗപ്പൂർ, കൊളംബോ, സലാല, ദുബായ് എന്നീ വിദേശ തുറമുഖങ്ങളിലൂടെയാണ് ട്രാൻസ്ഷിപ്മെന്റ് നടത്തുന്നത്. ഇതുവഴി രാജ്യത്തിന് പ്രതിവർഷം ഭീമമായ നഷ്ടമാണ് വിനിമയ നഷ്ടമായി നേരിടേണ്ടി വരുന്നത്. കൂടാതെ കയറ്റുമതി ഇറക്കുമതി മേഖലയിലെ വ്യാപാരികൾക്ക് ഓരോ കണ്ടെയ്നറിനും ഉയർന്ന ചിലവാണ് ഇത്തരത്തിൽ വഹിക്കേണ്ടി വരുന്നത്. ഈ സങ്കീർണതകൾക്കൊക്കെ തന്നെ വലിയൊരു പരിഹാരം തന്നെയാണ് വിഴിഞ്ഞം.